ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ സീസൺ 7 അവസാന ദിവസങ്ങളോട്ട് എടുക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കൊണ്ടായിരിക്കും വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ വ്യാഴാഴ്ചകളിൽ വോട്ടിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ വ്യാഴാഴ്ച ഉച്ചയെടുക്കുമ്പോൾ വോട്ടിംഗ് വൻ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തിരിച്ചടികൾ നേരിട്ട് എവിക്റ്റ് ആകുന്നതും കപ്പ് ഉയർത്താൻ സാധ്യത ആരൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ ഫോക്ക് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 7 പേരാണ് അവസാന സ്ഥാനത്തോട്ട് ഓടിയെത്തിയിരിക്കുന്നത്. സീസൺ 7 ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 7 പേരെ തന്നെ അവസാന ആഴ്ച നിർത്താനുള്ളതായിരിക്കും ബിഗ് ബോസിന്റെ ശ്രമങ്ങൾ. എന്തൊക്കെയാണ് ഒരു ഡേഞ്ചർ സോണിൽ പലരും ഉണ്ടെങ്കിലും കപ്പടിക്കാൻ സാധ്യത ഇപ്പോഴും വ്യക്തമായിട്ട് ആരാണെന്ന് പറയാറായിട്ടില്ല. എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് അനീഷേട്ടൻ തന്നെ തുടരുകയാണ്. അനീഷേട്ടനോട്ട് 1.5 ലക്ഷം വോട്ട് കടന്നിരിക്കുകയാണ്. 1,52,235 എന്ന് പറയുന്ന വലിയൊരു വോട്ടിംഗ് സംഖ്യയാണ് അനീഷേട്ടൻ്റെ വോട്ട് ഉയരുമ്പോൾ 2ാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോൾക്ക് നേരിയ ഡിഫറൻസിലാണ് അനുമോളുടെ വോട്ട് നിൽക്കുന്നത്. 1,54,376 വോട്ടുമായിട്ട് ഒരുപക്ഷെ വരും മണിക്കൂറിൽ അനുമോൾ അനീഷേട്ടനെ അട്ടിമറിച്ച് കപ്പ് സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും പ്രവചനാതീതമായിട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാ കണ്ടസ്റ്റന്റും കയറുന്നത് തന്നെയാണ് ഒരുപക്ഷെ വൻ പൊട്ടിത്തെറികൾ നടക്കുന്നതുകൊണ്ടായിരിക്കും വോട്ടിംഗ് പലരുടെ സ്പ്ലിറ്റായി പോയത്. 3ാം സ്ഥാനത്ത് ഷാനവാസിക്ക തുടരുകയാണ്. ഷാനവാസിക്കയുടെ ഔട്ട് 1,12,781 എന്ന് പറയുന്ന നിലയിലാണ് ഷാനവാസിക്ക തുടരുന്നത്. ഒരുപക്ഷെ ഷാനവാസിക്ക് 1 മണിക്കൂർ അട്ടിമറികൾ നടത്തുമെന്നും പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് ഷാനവാസിക്കയുടെ ഔട്ട് നല്ല രീതിയിൽ ഉയരുമ്പോൾ 4ാം സ്ഥാനത്ത് നെവിൻ മാറ്റമില്ലാതെ തുടരുകയാണ്. നെവിന് ആദ്യ മണിക്കൂറുകളെല്ലാം തന്നെ ആദ്യ ദിന വോട്ടിങ്ങുകളെല്ലാം തന്നെ 3ാം സ്ഥാനം വരെ എത്തുന്നത് നെവിനാണ്. 4ാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ തിരിച്ചടി നേരിട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കണം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നെവിന് അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. 1,03,854 വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ 4ാം സ്ഥാനത്ത് സേഫ് സോണിൽ തന്നെ ടോപ്പ് 5 എത്തുന്ന പ്രതീക്ഷ വെക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അക്ബറിനെയാണ്. 100 അട്ടിമറിച്ചുകൊണ്ട് അക്ബർ നേരിയ വോട്ടിംഗ് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ. ഒരുപക്ഷെ വരും മണിക്കൂറിൽ മാറ്റങ്ങൾ സംഭവിക്കാം. 85,932 വോട്ടുകൾ സ്വന്തമാക്കി അക്ബർ 5ാം സ്ഥാനത്ത് ടോപ്പ് 5 എത്തുന്ന പ്രതീക്ഷകൾ വെക്കുമ്പോൾ 6ാം സ്ഥാനത്ത് നൂറയും 7ാം സ്ഥാനത്ത് ആതിരയായിട്ട് മാറുകയാണ്. നൂറയ്ക്ക് 83,108 വോട്ടും ആതിരയ്ക്ക് 69,344 വോട്ടുമായിട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരും 2 കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയത് തന്നെ വോട്ടിംഗ് വലിയ രീതിയിൽ സ്പ്ലിറ്റായി പോയത്. അതുകൊണ്ട് തന്നെ വലിയൊരു വോട്ടിംഗ് വേരിയേഷനോട്ട് 2 പേർ വോട്ടുകൾ മാറി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഒരാളായിരുന്നു കണ്ടസ്റ്റൻ്റെങ്കിൽ എന്താണ് ടോപ്പ് 5 എത്തുന്ന പ്രതീക്ഷ വെച്ച് കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ ടോപ്പ് 5 കാണുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പ്രവചനാതീതമാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത് നേരത്തെ ജിസേൻ്റെ കാര്യത്തിലും ആരിൻ്റെ കാര്യത്തിലൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സീസണിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റിന് നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തില്ല. ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണ് ഈ ഒരു സീസൺ 7 വിന്നറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റ് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മിഡ് വീക്ക് എവിക്ഷൻ വഴി ആര് പുറത്താണെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.